ഹലോ, എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ പാലക്കാടിലെ പൂര വെടിക്കെട്ട് പ്രേമികൾ എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാണ്. 2 ദിവസം മുന്നേ പാലക്കാട് കാവശ്ശേരി പൂരം കഴിഞ്ഞു. അതേപോലെ ഇന്നലെ നെന്മാറ വല്ലങ്ങി പൂരം കഴിഞ്ഞു. സോ ഇതിന്റെയൊക്കെ വെടിക്കെട്ടിനെ കമ്പയർ ചെയ്തിട്ട് കാവശ്ശേരി അടിപൊളി, നെന്മാറ അടിപൊളി എന്ന് പറഞ്ഞിട്ട് PR വർക്കും കാര്യങ്ങളും വീഡിയോ ചെയ്യുന്ന എല്ലാവരും പ്രത്യേകിച്ച് അറിയാൻ വേണ്ടിയിട്ട് നെന്മാറ വല്ലങ്ങി വെടിക്കെട്ടിനെ കുറിച്ച് കുറച്ച് ഹിസ്റ്ററിയും കാര്യങ്ങളും അറിയാൻ വേണ്ടി ഇന്നലെ കുറച്ച് കമ്മിറ്റിക്കാരനെയൊക്കെ ഞങ്ങൾ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ അമരക്കാരൻ സ്റ്റീഫൻ ചേട്ടനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അവരോട് സംസാരിച്ചപ്പോൾ അവരും ഇങ്ങോട്ട് പറഞ്ഞതാണ്, നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന കാര്യങ്ങളെല്ലാം ഓക്കെയാണ്, കാരണം എല്ലാ രീതിയിലും എല്ലാവിടേക്കും എത്തുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലെ ബോംബ്, സ്ഫോടനം, മിസൈൽ, മറ്റേ രീതി മറിച്ച രീതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും ഹൈപ്പ് നിങ്ങൾ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു 2 ദേശക്കാർ ഞങ്ങൾക്കില്ലാത്ത പ്രശ്നം നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ടാക്കുമ്പോൾ, നാളെ മേലാൽ അത് നിയമപരമായിട്ടുള്ള പല പ്രശ്നങ്ങളും നേരിടേണ്ട ഒരു അവസ്ഥ. ഇനി വരും കാലങ്ങളിൽ ഇങ്ങനെ ഒരു തുടർന്ന് പോകുകയാണെന്നുണ്ടെങ്കിൽ വെടിക്കെട്ട് കാര്യങ്ങൾക്കുള്ള പൂർണ്ണ അനുമതി കാര്യങ്ങളെല്ലാം നിൽക്കും. സോ ദയവ് ചെയ്ത് നിങ്ങൾ ജെന്യൂനായിട്ട് ഇട്ടോളൂ. പക്ഷേ വെടിക്കെട്ട്, സ്ഫോടനം, ബോംബ്, മറ്റേത് മറിച്ചത്, പാലക്കാട് കത്തുന്നു, കേരളം കത്തുന്നു എന്നുള്ള സാധനം ഇടരുത്. അത് നല്ല രീതിയിൽ കമ്മിറ്റികൾക്കും പല രീതിയിൽ നിയമപരമായിട്ട് ബുദ്ധിമുട്ടാവുന്നുണ്ട് എന്ന രീതിയിൽ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ സംഗതി ഇത്രയോളം. നമ്മുടെ അക്കൗണ്ട് റീച്ച് കിട്ടാനും വീഡിയോയിൽ വ്യൂസ് കിട്ടാനും വേണ്ടിയാണ് നമ്മൾ പല കാര്യങ്ങളും പല രീതിയിലും ബീജമിട്ട് ചെയ്യുന്നത്. അതിലും പ്രശ്നമല്ല, ജെന്യൂനായിട്ട് നമുക്ക് എന്തും പറയാം. പക്ഷേ ഈ രീതിയിൽ ഇനി ഇങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞ് നമ്മൾ ഹൈപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് നിയമപരമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവുന്നത് നിങ്ങൾ ചിന്തിക്കുക. സോ അതിനനുസരിച്ചുള്ള വീഡിയോസും കാര്യങ്ങളും എന്ത് പരിപാടിൻ്റെയും ഏതിൻ്റെ വേണമെങ്കിലും നിങ്ങൾ ഇടാൻ മാക്സിമം ശ്രമിക്കുക.